എല്ലാവർക്കും ലീമ വേൾഡിൻ്റെ മെഹന്തി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഗ്രിഡ് ഡിസൈനാണ്. നമുക്ക് സിമ്പിളായിട്ട് അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അന്നേരം നമ്മൾ ആദ്യം ഒരു ബോർഡർ ഡിസൈൻ വരച്ചു. പിന്നെ താഴെ നമ്മൾ 2 ലൈൻ വീതമാണ് വരച്ചു കൊടുക്കുന്നത്. അത് തിക്ക് ലൈൻ ആക്കാൻ വേണ്ടിയാണ് 2 ലൈൻ വീതം വരച്ചു കൊടുക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് 2 ലൈൻ വരച്ചതിന് ശേഷം കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം വീണ്ടും താഴെ ഹൊറിസോണ്ടലായിട്ട് 2 ലൈൻ വരച്ചു കൊടുക്കണം. പിന്നെ അതിനുള്ളിലായിട്ട് വെർട്ടിക്കലായിട്ട് 2 ലൈൻ വീതം നമ്മൾ വരച്ചു കൊടുക്കുക. വരയ്ക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സമാധാനത്തോടെ ക്ഷമയായിട്ട് വരയ്ക്കണം. തുടക്കക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ വരച്ചാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. മെഹന്തിയുടെ ഏത് ഡിസൈൻ വരച്ചാലും നല്ല ക്ഷമയോടുകൂടി വരയ്ക്കണം. വെർട്ടിക്കലായിട്ട് 2 ലൈൻ വരച്ചതിന് ശേഷം ഈ വെർട്ടിക്കലായിട്ട് വരച്ചതിൻ്റെ മുകളിലൂടെ വീണ്ടും നമുക്ക് ഹൊറിസോണ്ടലായിട്ട് 2 ലൈൻസ് വീതം വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് വരച്ച് കഴിയുമ്പോൾ സ്ക്വയർ ഷേപ്പിലായിരിക്കും വരുന്നത്. അതനുസരിച്ചായിരിക്കണം നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കേണ്ടത്. ആ ലൈൻസിനെ നമുക്കിനി ഒന്ന് തിക്ക് ലൈൻ ആക്കി കൊടുക്കാം. ലൈൻസിൻ്റെ മുകളിലൂടെ എല്ലാം തിക്ക് ലൈൻ ആക്കി കൊടുക്കാം. പിന്നെ ഞാൻ ബേസിക് ഹെന്ന എലമെൻസിൻ്റെ ക്ലാസ്സും പിന്നെ ബോർഡർ ഡിസൈൻ്റെ ക്ലാസ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അന്നേരം നമ്മൾ തിക്ക് ലൈൻ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കൂടെ ഒന്ന് ട്രാഗ് ചെയ്ത് വിടുക. നടുക്ക് 4 സൈഡിൽ ആ സെൻറ്റർ ലൈനിൻ്റെ സെൻറ്റർ വശത്ത് ഒന്ന് ട്രാഗ് ചെയ്ത് വിടുക. നമ്മൾ കോണിൽ നിന്ന് പേസ്റ്റ് വരണ്ട, പക്ഷേ നമ്മൾ ആ വരച്ചതിൽ ഒന്ന് വലിച്ചു വിട്ടു കൊടുത്താൽ മതി. അന്നേരം ഈ ഒരു ഡിസൈന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രാഗ് ചെയ്യുക മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. ട്രാഗ് ചെയ്തത് വരച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ സെൻറ്റർ വശത്ത് നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. അന്നേരം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നല്ലൊരു ഫ്ലവർ ഡിസൈനായി.